നടൻ കലാഭവൻ നവാസിന്റെ അപ്രതീക്ഷിത വിയോഗത്തിന്റെ ഞെട്ടലിലാണ് സിനിമാ ലോകം. 51കാരനായ നവാസ് ആരോഗ്യകാര്യങ്ങൾ ഏറെ അതീവ ശ്രദ്ധ പുലർത്തിയിരുന്ന ആളാണ്. നവാസിന്റെ മരണം പലർക്കും ഉൾക്കൊള്ളാനായിട്ടില്ല. കഴിഞ്ഞ ദിവസം ചോറ്റാനിക്കരയിലെ ഹോട്ടലിൽ നവാസിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതേസമയം ഹോട്ടൽ മുറിയിൽ നിന്നും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ നവാസിന് ജീവൻ ഉണ്ടായിരുന്നുവെന്നാണ് ഹോട്ടൽ ഉടമ പറയുന്നത്. ഹോട്ടലിലെ റൂം ബോയാണ് മുറിയിൽ വീണുകിടക്കുന്ന നിലയിൽ നവാസിനെ കണ്ടത്. റൂമിലെ വാതിലിനരികിൽ വീണുകിടക്കുന്ന അവസ്ഥയിലായിരുന്നു. മുറി പൂട്ടിയിരുന്നില്ല. ഉടൻ തന്നെ പോലീസിനെയും സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളറെയും വിവരം അറിയിച്ചുവെന്നും എല്ലാവരും ചേർന്ന് ആംബുലൻസിലാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതെന്നും ഹോട്ടൽ ഉടമ വ്യക്തമാക്കി. കഴിഞ്ഞ 25 ദിവസമായി നവാസ് ഈ ഹോട്ടലിലാണ് താമസിച്ചിരുന്നത്. പ്രകമ്പനം എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ ഭാഗമായി പ്രൊഡക്ഷൻ ടീം തന്നെയാണ് ഈ ഹോട്ടലിൽ റൂം അറേഞ്ച് ചെയ്തത്. റൂം ചെക്ക്ഔട്ട് എന്ന് പ്രൊഡക്ഷനിൽ നിന്നും വിളിച്ചു പറഞ്ഞത് പ്രകാരമാണ് റൂമിലേക്ക് പോയി നോക്കിയതെന്നും ഹോട്ടൽ ജീവനക്കാരൻ വ്യക്തമാക്കി. ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് പ്രാഥമിക നിഗമനം. പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കും. ഇതിനുശേഷം മാത്രമേ മരണകാരണം വ്യക്തമാകൂ. അസ്വാഭാവിക മരണത്തിന് ചോറ്റാനിക്കര പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്.